നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു മുസ്ലിം എം പിയെ നമ്മൾ അയച്ചിട്ടില്ല ഇതേവരെ. മുസ്ലിം എം പി കോൺഗ്രസിൽ പോയി കാണും. BJP ഗവൺമെൻറ് ഉള്ളപ്പോൾ ഒരു മുസ്ലിം എം പി ഇല്ലാതെ ഇങ്ങനെ ഒരു മുസ്ലിം മിനിസ്റ്റർ ഉണ്ടാക്കും. മുസ്ലിം എം പിയെ സൃഷ്ടിക്കുന്നതിന് ശ്രമിക്കാതെ അവർ പറയുന്നു ഇവിടെ മുസ്ലിം മിനിസ്റ്റർ എന്ന് ചോദിക്കുന്ന അർത്ഥമില്ല. ഇന്നും നമ്മളൊരു ഇലക്റ്റഡ് ഗവൺമെൻറ്റിനെ ശത്രുവായിട്ട് കാണാൻ എന്ത് റീസൺ? ഒരു റീസണും ഇല്ല. അവർ പറയും ഞങ്ങൾ LDFനോട് UDFനോട് അഡിക്റ്റ് ചെയ്ത് കിടക്കുകയാണ്. പക്ഷേ കേരള പവർ പിടിക്കാൻ ഇത്രയും കാലം കൊള്ളാമായിരുന്നു. പക്ഷേ കേന്ദ്രത്തിൻ്റെ പവറൂടെ അവർക്ക് ആവശ്യമുണ്ട്. ഇവരെ നിങ്ങൾ എത്ര നാൾ സപ്രസ് ചെയ്ത് വെക്കും? ഇവരുടെ ആഗ്രഹങ്ങൾ സപ്രസ് ചെയ്ത് വെക്കും? എത്ര നാൾ നിങ്ങളെ വിസ്ഡം നിങ്ങൾ കുഴിച്ചിട്ടിട്ട് നമ്മുടെ പ്രായമായ ആൾക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയാണ്. അത് മതത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞ് ഒതുക്കരുത്. ഇനിയെങ്കിലും നമുക്ക് റെപ്രസെൻറ്റേഷൻ വേണമെങ്കിൽ മുസ്ലിങ്ങളൊന്ന് മാറി ചിന്തിക്കണം, റിയാലിറ്റി ചിന്തിക്കണം. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു പരാമർശം നടത്തിയിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: കേന്ദ്രത്തിൽ മുസ്ലിം മന്ത്രിമാർ ഇല്ലാത്തത് മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്നാണ്. എന്തുകൊണ്ടായിരിക്കാം മുസ്ലിങ്ങൾ BJPയോട് ഇങ്ങനെ മുഖം തിരിഞ്ഞ് നിൽക്കുന്നത്? ആ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന പ്രവണത മാറ്റാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതിനുള്ള പരിഹാരം എന്താണ്? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ VCയുമായ ഡോക്ടർ ശ്രീ അബ്ദുൾ സലാം. സർ, ഇക്കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു പരാമർശം നടത്തുകയുണ്ടായി. കേന്ദ്രത്തിൽ BJPക്ക് മുസ്ലിം മന്ത്രിമാർ ഇല്ലാത്തത് BJPക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്നാണ്. എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിൽ വോട്ട് ചെയ്യാത്തത്? അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് മന്ത്രിമാർ ഉണ്ടാകാത്തത് എന്നാണ് പറയുന്നത്. ഇതിനെന്താണൊരു പരിഹാരവും? ഞാനത് വാച്ച് ചെയ്യായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു പെർഫെക്റ്റ് ആൻസർ അല്ലേ. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിലായാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലായാലും കേന്ദ്രത്തിൽ ഒരു മിനിസ്റ്റർ വരണമെങ്കിൽ ആദ്യം അതിന് മുമ്പ് ഒരു പ്രീ റിക്വസിറ്റ് ഉണ്ട്. വാട്ട് ഈസ് എ പ്രീ റിക്വസിറ്റ്? നിങ്ങളൊരു MP ഉണ്ടായിരിക്കണം. MPക്കേ മിനിസ്റ്റർ ആകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു മുസ്ലിം MPയെ നമ്മൾ അയച്ചിട്ടില്ല ഇതേവരെ. മുസ്ലിം MP കോൺഗ്രസിൽ പോയി കാണും. BJP ഗവൺമെൻറ് ഉള്ളപ്പോൾ ഒരു മുസ്ലിം MP ഇല്ലാതെ ഇങ്ങനെ ഒരു മുസ്ലിം മിനിസ്റ്റർ ഉണ്ടാക്കാൻ പറ്റും. അദ്ദേഹം പറയുന്നത് 100% ശരിയാണ്. അതായത് മുസ്ലിം MPയെ സൃഷ്ടിക്കുന്നതിന് ശ്രമിക്കാതെ അവർ പറയുന്നു ഇവിടെ മുസ്ലിം മിനിസ്റ്റർ എന്ന് ചോദിക്കുന്ന അർത്ഥമില്ല. അതേ ഉദിക്കുന്നില്ല. അതിന് ഒരു സൊല്യൂഷൻ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നമ്മളിവിടെ കേരളത്തിൽ കഴിഞ്ഞൊരു ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു, കേരളത്തിൽ 95 ലക്ഷം മുസ്ലിങ്ങളുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 65 ലക്ഷം ക്രിസ്ത്യാനിയുള്ള കാര്യം പറയും. ഇവർ കാണിക്കുന്ന ഒരു മോഡലുണ്ട്, ക്രിസ്ത്യൻ മോഡൽ ഓഫ് പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ്. ഒരു ക്രിസ്ത്യൻ മോഡൽ. ഐ വാസ് ജസ്റ്റ് ഡൂയിങ് സം റിസർച്ച് ഓൺ ദാറ്റ്. അതിലവർ പറയണത് കേരള മുസ്ലിംസിന് ഒരു ഓപ്ഷനേ ഉള്ളൂ എന്ന്, അഡോപ്റ്റിങ് എ ക്രിസ്ത്യൻ മോഡൽ ഓഫ് പൊളിറ്റിക്സ്. എന്താണ് ക്രിസ്ത്യൻ മോഡൽ ഓഫ് പൊളിറ്റിക്സ്? അവർ നമ്മുടെ മുസ്ലിംസ് കണ്ണു അടച്ച് BJPയെ എന്ത് നല്ലത് ചെയ്താലും എതിർക്കുന്ന പക്ഷത്ത് നിൽക്കുകയാണ്. സ്ഥായിയായി UDFനോട് LDFനോട് നിൽക്കുകയാണ്. അത് കേരളത്തിൽ വർക്ക് ചെയ്തേക്കാം, ചെയ്യുമായിരുന്നു ഇതേവരെ. പക്ഷേ കേന്ദ്രത്തിൽ കഴിഞ്ഞ 11 കൊല്ലം 12ാമത്തെ കൊല്ലം വളരെ സക്സസ്ഫുൾ മോഡി ഗവേണൻസ് വരുമ്പോഴും അത് ദാറ്റ് ഹാസ് പോയിസ്ഡ് എന്ന വോയിസ് ചെയ്തു. മോഡി 3, 4, 5 എന്ന് പറഞ്ഞ് സ്ഥിരമായ ഒരു കേന്ദ്ര ഗവൺമെൻറ്, BJP സെൻട്രിക് ഗവൺമെൻറ്, NDA സെൻട്രിക് ഗവൺമെൻറ് സെറ്റ് ചെയ്തിരിക്കുകയെ. അത് മാറാൻ ഒക്കത്തില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ വിസ്ഡം ഉണ്ടാവണം. വാട്ട് ഈസ് എ പൊളിറ്റിക്കൽ വിസ്ഡം? അത് നമ്മുടെ വേറൊരു മൈനോറിറ്റിയായ ക്രിസ്ത്യൻസ് കാണിക്കുന്ന വിസ്ഡമാണ്. അവർ കണ്ണുടച്ച് തീർക്കുന്നില്ല. അവർ നന്മയെല്ലാം നന്മയായിട്ട് കാണുന്നു. അവർ ചേർന്ന് നിൽക്കാൻ മനസ്സ് കാണിക്കുന്നു. ഭരണം ഷെയർ ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ട്. ഇന്നും നമ്മളൊരു ഇലക്റ്റഡ് ഗവൺമെൻറ്റിനെ ശത്രുവായിട്ട് കാണാൻ എന്ത് റീസൺ? ഒരു റീസണും ഇല്ല. വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റിറ്റ്യൂഡ് മുസ്ലിം കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ കേന്ദ്രത്തിൽ എത്ര കാലം മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുവരെ അവർക്കവിടെ 0 മിനിസ്റ്റേഴ്സ് ആയിരിക്കും. സംശയമൊന്നുമില്ല. ഞാൻ മലപ്പുറത്ത് 24 ഐ വാസ് ദ ഓൺലി മുസ്ലിം കാൻഡിഡേറ്റ്. എനിക്ക് അതിന് മുമ്പ് കിട്ടിയതിനേക്കാൾ 20,000 വോട്ടാണ് കൂടുതൽ കിട്ടിയത്. അത് ഡ്യൂ ടു വ്യക്തിപരമായ ഇതൊക്കെ കൊണ്ട് കിട്ടിയതാണ്. അവിടെ ഏതാണ്ട് 15 ലക്ഷം വോട്ടുള്ള സ്ഥലമാണ്.
അവിടെ എത്രയോ കൊല്ലമായിട്ടാണ് മുസ്ലിം ലീഗുകാർ വരുന്നത്. കുഴപ്പമൊന്നുമില്ല മുസ്ലിം ലീഗ് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, അന്ന് ഞാൻ തോറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, ഇത്രയും മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലത്ത് 27% മുസ്ലിങ്ങളുള്ളൊരു സ്റ്റേറ്റിൽ മുസ്ലിമിന് റെപ്രസെൻറ്റേഷൻ BJP ഇല്ലാത്തതുകൊണ്ട്, മുസ്ലിം മിനിസ്റ്റർ വരാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഓപ്ഷൻ ഞാൻ കണ്ട്, മുസ്ലിം ലീഗിന് 3 MPമാരുണ്ട്. അതായത് മുസ്ലിം ലീഗിന് 3 MPമാരിൽ ഒരാൾ 10 കൊല്ലം, ഒരാൾ 15 കൊല്ലം, ഒരാൾ 20 കൊല്ലം, അവരിങ്ങനെ അവരെ ടേം അങ്ങ് വളരെ വളരെ അൺപ്രൊഡക്റ്റീവ് ടേം ഞാൻ പറയുന്നത് പോകുന്നു. മറിച്ച് അവരാരെങ്കിലും ഒരാൾ മിനിസ്റ്ററായിട്ടുണ്ടായിരുന്നെങ്കിലോ അവരുടെ സർവീസിൻ്റെ പവർ എന്തായിരിക്കും? ഞാനത് ഒരു MPയോട് സജസ്റ്റ് ചെയ്തു, നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങൾ BJP ലയിക്കുകയല്ല വേണ്ടത്, നിങ്ങൾ BJPയുടെ അലൈ ആവുക, NDA അലൈ ആവുക. അലൈ ആകുമ്പോൾ നിങ്ങൾക്കൊരു മിനിസ്റ്റർ കിട്ടില്ലേ? അങ്ങനെ ഒരു മിനിസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പവർ ഓഫ് സർവീസ് ടു ദ കോമൺ മാൻ മച്ച് പവർഫുൾ ആയിരിക്കത്തില്ലേ? അതിനും അവർ തയ്യാറായില്ല. അതിനിടയ്ക്കാണ് നമ്മുടെ സഹോദര കമ്മ്യൂണിറ്റിയായ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയിട്ട് BJPയോട് ചേർന്ന് വന്നു, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് മാത്രമല്ല, ഈ ക്രിസ്ത്യൻ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ടാക്കാൻ ലൈറ്റായിട്ട് ഗ്രൂപ്പാണ്, എല്ലാവർക്കും പഠിക്കാനുള്ളൊരു കമ്മ്യൂണിറ്റിയാണത്. വിദ്യാഭ്യാസം, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലെവല്, ഹെൽത്തിൻ്റെ ലെവല്, അതിനേക്കാളും ഗംഭീരമായിട്ട് കാണുന്നവരുടെ വിമൻ എംപവർമെൻറ്റ്, വിമൻ എഡ്യൂക്കേഷൻ, വിമൻ എംപ്ലോയ്മെൻറ്റ്, വിമൻ ഫ്രീഡം. അത് വേറെ സ്ഥലത്തിൽ അവരേറ്റവും വലിയ ഡോമിനൻസ് ഇൻ എഡ്യൂക്കേഷനിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, ഹോസ്പിറ്റൽസ്, അവർ ചെയ്യുന്നതെല്ലാം നല്ല പെർഫെക്റ്റാണ്, കണ്ടുപഠിക്കാനേ ഉള്ളൂ. ഇവിടെ പൊളിറ്റിക്സും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അവരോട് എനിക്ക് തോന്നുന്നു വെറ്റില വെച്ച് പഠിക്കാമെന്ന് പറയത്തില്ലേ, പഠിക്കാനുള്ളതാണ്. അവരൊരിക്കലും ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ്, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഗവൺമെൻറ്റിനെ സ്ഥിരമായി എതിർക്കാൻ നിന്നിട്ടില്ല. അവർ ചേർന്ന് നിൽക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അവർക്കും ഭരണം കൈയാളണം, ഭരണത്തിൽ കൂടെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനേക്കാളപ്പുറം ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ആ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഈ നോൺ പൊളിറ്റിക്കൽ പവേഴ്സ് ഹൈ പൊസിഷനിൽ ഇരിപ്പുണ്ട്. നോൺ പൊളിറ്റിക്കൽ പവേഴ്സ്, ഒന്ന് പൊളിറ്റിക്കൽ പവർ മന്ത്രി, നോൺ പൊളിറ്റിക്കൽ പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAS, IFS, IPS, ഹയർ പൊസിഷൻസ്, ഡയറക്ടേഴ്സ്, സെക്രട്ടറീസ്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അത് അവർക്കൊരു പവറാണ്. കമ്പയർഡ് ടു മുസ്ലിംസ് ദേ ഹാവ് എ ബെറ്റർ പവർ ഓഫ് നോൺ പൊളിറ്റിക്കൽ പവർ, എന്നോ സോഫ്റ്റ് പവർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ പൊളിറ്റിക്കൽ പവറോടെ ഷെയർ ചെയ്യുന്നു. അവരുടെ ഇൻഹറൻറ്റ് കേപ്പബിലിറ്റീസ്, അവരുടെ കൾച്ചർ, അവരുടെ വാല്യൂ സിസ്റ്റം, അവരുടെ റിലീജിയസ് സിസ്റ്റം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവരുടെ ബിഷപ്പുമാർ ഫ്രീക്വൻ്റായിട്ട് പ്രൈം മിനിസ്റ്ററെ കാണുന്നു, പ്രൈം മിനിസ്റ്റർക്കാരുടെ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നു, പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യുന്നു. ഈ മുസ്ലിംസ് ഇവിടുത്തെ ഇന്ത്യൻ സിറ്റിസൺ ആണല്ലോ, ഇവർക്ക് ഇതേ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തൂടെ? കണ്ണുമടച്ച് എതിർക്കുന്നതിൽ എതിർപ്പുണ്ടോ? ഇല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം, തീർച്ചയായിട്ടും അറിയാം. എന്തുകൊണ്ട് ബിഷപ്പുമാർ പോയി കാര്യങ്ങൾ പറയുന്നതല്ല, നമ്മുടെ ഇസ്ലാമിക് ലീഡേഴ്സിന് അദ്ദേഹത്തെ കണ്ട് നോർത്തിലൊക്കെ ചെയ്യുന്നുണ്ട്, കേരളക്കാർ മാത്രം മാറി നിൽക്കുന്നത്. ഇവർ പറയും ഞങ്ങൾ LDFനോട് UDFനോട് അഡിക്റ്റ് ചെയ്ത് കിടക്കുകയാണ്. പക്ഷേ കേരള പവർ പിടിക്കാൻ ഇത്രയും കാലം കൊള്ളാമായിരുന്നു. പക്ഷേ കേന്ദ്രത്തിൻ്റെ പവറൂടെ അവർക്ക് ആവശ്യമുണ്ട്. അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് ഹാവ് എ റാഷണൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഓഫ് കേരള മേ ബി A ആൻഡ് സെൻട്രൽ മേ ബി B, ഓർ കേരള ആൻഡ് സെൻട്രൽ സെയിം. ആ ഒരു പൊളിറ്റിക്കൽ വിസ്റ്റം അവർക്ക് വരത്തില്ല. എനിക്ക് വീണ്ടും ദുഃഖം തോന്നിയിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു 95 ലക്ഷത്തിൽ ഏതാണ്ട് 30-32 ലക്ഷം കുട്ടികളാണ്. കുട്ടികളെന്ന് പറയാൻ ജെൻസിയാണ്, 13-20. ഇവർക്ക് ഭാവിയില്ലേ? നമ്മളെപ്പോഴും പറഞ്ഞ ആസ്പിറേഷണൽ, സ്വപ്നം കാണുന്ന ആൾക്കാർ. ഇവർക്ക് സ്കില്ലിങ് വേണ്ടേ, ട്രെയിനിങ് വേണ്ടേ, അവർക്ക് ജോലി വേണ്ടേ, അവർക്ക് പറന്നു പോകണ്ടേ, അവർക്ക് ചാടി പൊങ്ങി വരണ്ടേ മറ്റുള്ളവരെ പോലെ? ഇവരെ നിങ്ങൾ എത്ര നാൾ സപ്രസ് ചെയ്ത് വയ്ക്കും? ഇവരുടെ ആഗ്രഹങ്ങൾ സപ്രസ് ചെയ്ത് വയ്ക്കും? എത്ര നാൾ നിങ്ങളെ വിസ്ഡം നിങ്ങൾ കുഴിച്ചിട്ടിട്ട് നിങ്ങൾ ഈ മതം മാത്രം പറഞ്ഞോ? മതമൊന്നുമല്ല ഇവർ പറയണത് പലരും പറയണത് ഈ ഇന്ത്യ ടീം പറയണ കള്ളത്തരങ്ങളാണ്. കള്ളത്തരം പറഞ്ഞ് BJPയെ കള്ളനാക്കി നിർത്തിയിട്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് എതിരാണ് നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും ഭരണം പഠിക്കുന്നവരോട് കൂടി നിന്ന് ഭരണം പിടിക്കുക എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ നടക്കത്തില്ല. കേരളത്തിലൊരു പക്ഷേ നടന്നിരിക്കും, പക്ഷേ കേന്ദ്രത്തിൽ നടക്കത്തില്ല. കാര്യം അത്രയും സ്ട്രോങ്, സ്റ്റേബിൾ, സസ്റ്റൈനബിൾ പൊളിറ്റിക്കൽ ഫൈബർ കേന്ദ്രം ഉണ്ടായിക്കഴിഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, 28 സ്റ്റേറ്റിൽ 21 സ്റ്റേറ്റ് BJPയുടെ കീഴിലാണ്, NDA ഭരണത്തിലാണ്. 75% ജനങ്ങളും അതിലാണ്.
ഇപ്പോൾ ബീഹാറിൽ തന്നെ നമ്മൾ കണ്ടില്ലേ, ബീഹാർ മുസ്ലിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇതൊക്കെ കണ്ട് പഠിക്കുകയും ഒറ്റ വാക്കി പറഞ്ഞാൽ ക്രിസ്ത്യൻ മോഡൽ ഓഫ് പോളിറ്റി ഇൻ ഇന്ത്യ ദാറ്റ് ഈസ് സെഡ് ബൈ കേരള പീപ്പിൾ. അതവർക്കൊരു എക്സാമ്പിളാണ്. ഇവർ ഇന്ത്യയെങ്കിലും മാറണം. ആർക്ക് വേണ്ടി മാറണം എന്ന് പറയാം? കുട്ടികൾക്ക് വേണ്ടി മാറണം. വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടി മാറണം. നമ്മുടെ പ്രായമായ ആൾക്കാരിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയാണ്. അത് മതത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞ് ഒതുക്കരുത്. ഇനിയെങ്കിലും നമുക്ക് റെപ്രസെൻറ്റേഷൻ വേണമെങ്കിൽ മുസ്ലിങ്ങളൊന്ന് മാറി ചിന്തിക്കണം, റിയാലിറ്റി ചിന്തിക്കണം. പിന്നെ വേറൊരു കാര്യം ഞാൻ ഒബ്സർവ് ചെയ്തത്, മുസ്ലിങ്ങൾക്ക് ഒരുപാട് ഡയസ്പോറ പോപ്പുലേഷനുണ്ട്, വെളിയിലുണ്ട്. ക്രിസ്ത്യാനികൾക്കും ഉണ്ട്. ഇവരുടെ ഡയസ്പോറ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയാണ് ലോബി ചെയ്യുന്നത്. ആർക്ക്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്. മുസ്ലിംസിൻ്റെ ഡയസ്പോറ എത്രത്തോളം മുസ്ലിമിന് വേണ്ടി ലോബി ചെയ്യുന്നുണ്ട്? അവരവിടെ നിന്ന് ലോബി ചെയ്യുന്നത് ഇവിടുത്തെ LDFനും UDFനും വേണ്ടിയാണ്, ഫൈറ്റ് ഫോർ കേരള. ബട്ട് ഫോർ ഇന്ത്യ അറ്റ് സെൻറ്റർ അതിനവർക്ക് കഴിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പൊസിഷൻ സെൻട്രിക് പവറിലും വീക്കാണ്, എഡ്യൂക്കേഷനിലും വീക്കാണ്. പിന്നെ എവിടെയാണ് നമ്മൾ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ NRI പടം വന്നതുകൊണ്ട് അതുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇവർ ചിന്തിക്കണം. ഇവർ ഇതിനു വേണ്ടി തന്നെ ഇൻ്റലക്ച്വൽ സെഷൻസ് നടത്തണം, അനലൈസ് ചെയ്യണം. ഇതുവരെ വന്ന വഴി നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സംസ്ഥാനത്ത് മാത്രം നമ്മൾ LDFനോടോ UDFനോടോ ചേർന്ന് നിന്നാൽ അത് വേറെ ഒരു മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. UDFിലെ മെയിൻ കക്ഷി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാണ്, കോൺഗ്രസ് തകർന്നു വീഴുകയാണ്. ഇനി അവർ എത്ര ആൾ ചേർന്ന് നിൽക്കുമെന്ന് അവരാലോചിക്കണം. അവർക്ക് ചേർന്ന് നിൽക്കാനുള്ള ഒരേ ഒരു ഓപ്ഷൻ ആസ് എൻ അലൈ, ആസ് എൻ ഇൻ്റലക്ച്വൽ പൊളിറ്റിക്കൽ ടീം അവർക്കുള്ള അലൈ ഇന്ന് NDA ആണ്, ഇന്ന് BJP തന്നെയാണ്. ഇങ്ങനെ ചേർന്ന് നിന്നാൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷനും അത് കഴിഞ്ഞ് വരുന്ന MLA ഇലക്ഷനും കൂടെ വരുമ്പം നമ്മുടെ ടയർ 1 ഭരണവും പഞ്ചായത്ത് ഭരണവും ടയർ 2 ഭരണവും സ്റ്റേറ്റ് ഭരണവും കേന്ദ്രത്തിലെ അലയൻസും കൂടെ വരുമ്പം 3 ടയർ വരുമ്പോഴത്തേക്ക് ഇതുവരെ വിഷമിക്കുന്ന ആൾക്കാർക്ക് വിഷമം മാറ്റി മുഖ്യധാരയിൽ വന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയോട് സ്നേഹത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്, രോഷത്തോടു കൂടിയല്ല പറയുന്നത്. യൂസ് യുവർ പൊളിറ്റിക്കൽ വിസ്ഡം. യു ഹാവ് എ നമ്പർ ഓഫ് intellectual sessions to analyze what has happened. What is this model, Christian model of polity in India? അതിൽ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാറിയില്ലെങ്കിൽ അത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ ചെയ്യുന്ന ദ്രോഹം ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.